സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അഡിക്റ്റീവ് സ്വഭാവമുള്ള ആൽക്കഹോളിക്, ഡ്രഗ്സിന്, അതുപോലെ ഹോമോസെക്ച്വാലിറ്റി പോലെയുള്ള പോൺ അഡിക്ഷൻ പോലെയുള്ള അഡിക്റ്റീവ് സ്വഭാവമുള്ള ആളുകളെ നമ്മൾ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് താമസിപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്, ഒരു സംവിധാനം. ചിലപ്പോൾ അത് ആവശ്യവുമായിരിക്കും, കാരണം അത്രയും ഡേഞ്ചറസ് കേസുകളെ. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഇത്തരം ആളുകൾ അവിടെ പോയി വന്നു കഴിഞ്ഞാലും അവരുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല. വീണ്ടും അവർ പഴയ സ്വഭാവത്തിലേക്കും അഡിക്ഷനിലേക്കും തിരിച്ചു പോകുന്നു എന്നതാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുടെ പേഷ്യൻസിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്ന ഒരു പഠനവും അതിന് കിട്ടിയിട്ടുള്ള ചില അറിവുകളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത്തരം ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ അറിയപ്പെടുന്നുണ്ട്. അത് പല ആളുകൾക്കും അറിയാം. നമ്മളെ പല വീഡിയോ ക്ലിപ്പുകളും പല മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, വേറെ ആളുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പല പുസ്തക ലേഖനങ്ങളിലൊക്കെ വരുന്നതാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഉണ്ടാകുന്ന ഒരു സംഗതി, ഇവിടെ പോയി താമസിക്കുന്ന ആളുകൾ അവിടെ പോയി താമസിച്ച് വരുമ്പോൾ കൂടുതൽ ഇതിന് അഡിക്ഷൻ കൂടി വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നതാണ്. അതിൻ്റെ കാരണം അത്തരം കേന്ദ്രങ്ങളിൽ മറ്റു ഇത്തരം അഡിക്ഷൻസ് ഉള്ള മറ്റു ആളുകൾ, ഇതിൻ്റെ സീനിയേഴ്സും അല്ലെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ നമ്മൾ കൊണ്ടുപോയി ആക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ കംപ്ലയിൻസ് ഉള്ള ആളുകളുമായിട്ട് ഇടപഴകി താമസിക്കുന്നത് കൊണ്ട് ഒരു എമോഷണൽ കണക്ഷൻസ് വരുന്നത്, ഇവരുടെ അറ്റാച്ച്മെൻ്റ് ഒരു അടുപ്പമൊന്നുമല്ല, ഒരു എമോഷണൽ കണക്ഷൻസ് ഇവിടെ വരുന്നത് കൊണ്ട് ഇത്തരം ഹെവി ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന എമോഷണൽ ട്രാൻസ്ഫറൻസ് ഇവർക്ക് കൂടുതൽ വരുന്നു. ഇവർക്ക് ഇതിൻ്റെ അഡിക്ഷൻസ് കൂടുന്നു, അഡിക്റ്റീവ് നേച്ചർ കൂടുന്നു, അഡിക്ഷനോടുള്ള അതിൻ്റെ ആസക്തി കൂടുന്നു. ഇതാണ്. അപ്പോൾ എമോഷണൽ ട്രാൻസ്ഫറൻസ് എന്നൊരു വിഷയമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. ഇത് എമോഷണൽ ട്രാൻസ്ഫറൻസ് ചിലപ്പോൾ ഒരുപക്ഷെ പുതിയ വിഷയങ്ങളായിരിക്കാം നിങ്ങൾക്ക് കേൾക്കുന്നത്. നമ്മുടെ സ്പീച്ചിലൊക്കെ നിങ്ങൾ പലവണ കേട്ടിട്ടുണ്ടാകും, പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ കേൾക്കാത്തവരുണ്ടാകാം. എന്നാൽ ഇസ്ലാമിക്കലി ഇതിന് ചില ബേസ് ഉണ്ട്. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്. ഒരു നല്ല സുഹൃത്തിൻ്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ ഉപമ ഒരു ഊത് കച്ചവടക്കാരൻ, ഊത് വിൽക്കുന്ന ഒരാളുടെ കൂടെ ഇരിക്കുന്നതും, ഒരു ചീത്ത സുഹൃത്തിൻ്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ ഉപമ ഒരു കൊല്ലപ്പണിക്കാരൻ്റെ ആലയിൽ, ഷെഡിൽ, വർക്ക്ഷോപ്പിൽ ഇരിക്കുന്നതുമാണ്. ഈ ഊത് കച്ചവടക്കാരൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ ഊതിൻ്റെ മണം നമ്മുടെ ശരീരത്തിലും ഡ്രസ്സിലും ഒക്കെ പിടിച്ചേക്കാം. ദാറ്റ് മീൻസ് ശരീരത്തിലേക്ക് പിടിച്ചേക്കാം. കൊല്ലപ്പണിക്കാരൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ആ കൊല്ലപ്പണിക്കാരൻ്റെ ഇരുമ്പുരുക്കിയതിൻ്റെ മണം തൻ്റെ ശരീരത്തിലേക്ക് പിടിക്കാം, ഡ്രസ്സിൽ പിടിക്കാം, തൻ്റെ ശരീരത്തിൽ തീപ്പൊരി വീഴാം, ശരീരം മുറിയാവാം, പൊള്ളാം എന്നുള്ളതാണ് റസൂൽ പറഞ്ഞിട്ടുള്ള ഹദീസ്. ഈ ഹദീസിനെ വെച്ചുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ എമോഷണൽ ട്രാൻസ്ഫറൻസിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹുസൈമീൻ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹുസൈമീൻ പറയുന്നത് സൈക്കോളജിക്കൽ ഡിസീസ്, മാനസികമായിട്ടുള്ള രോഗങ്ങളാണ് ശാരീരിക രോഗത്തേക്കാൾ കൂടുതൽ പകരുന്നതെന്ന്. സോ മാനസിക രോഗങ്ങൾ പകരുന്നതിൻ്റെ പിന്നിൽ എമോഷണൽ ട്രാൻസ്ഫറൻസ് ആണ്. ഈ ഒരു ഘടകം മനസ്സിലാക്കാത്ത മാനസിക ചികിത്സയോ ഈ ഒരു ഘടകം മനസ്സിലാക്കാത്തുള്ള റൊക്കിയയോ ആത്മീയ ചികിത്സയോ ഒക്കെ പരാജയപ്പെടുവാൻ ഹെവി സാധ്യതകളാണ്. അപ്പോൾ എമോഷണൽ ട്രാൻസ്ഫറൻസ് ഇത് ഹോളിസ്റ്റിക് ലൈഫ് കോച്ചിങ്ങിൻ്റെ സിലബസിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ എമോഷണൽ ട്രാൻസ്ഫറൻസ് ആണ് ഇത്തരം കേന്ദ്രങ്ങളിൽ പോയി താമസിപ്പിക്കുന്ന ആളുകളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ഇവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ചില പ്രത്യാഘാതങ്ങളുണ്ട്. ഒന്ന്, മിസ് ഡയഗ്നോസിസ്. ഇത്തരം ആളുകൾ ഇതുപോലുള്ള അഡിക്ഷനിൽ എത്തിപ്പെടുവാനുള്ള അവരുടെ ജീവിതത്തിലുണ്ടായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും കാരണങ്ങളും അതിൻ്റെ റൂട്ട് കോസസ് എന്താണെന്നുള്ളത് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതൊരു പേഴ്സൺ സെൻറ്റേർഡ് അറ്റൻഡിങ്ങിനെ പറ്റൂ. ഇവിടെ കൊണ്ടുപോയിട്ട് ഒന്നായിട്ട് അങ്ങനെ താമസിപ്പിച്ചത് കൊണ്ട് നടക്കൂല. മാത്രമല്ല, ഓരോ വ്യക്തിയെയും സെപ്പറേറ്റ് പഠിച്ചെടുത്തിട്ട് അവരുടെ വിഷയങ്ങൾ പഠിച്ചെടുത്ത് അതിൽ ആത്മീയമായ വിഷയങ്ങളും ബുദ്ധിപരമായ വിഷയങ്ങളും, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡില്യൂഷനായിട്ടുണ്ടാകാം പല വിഷയങ്ങളും, ചിലപ്പോൾ അദ്ദേഹത്തോട് ചെയ്യുന്ന അതിക്രമങ്ങളും അന്യായങ്ങളുമായിരിക്കും അതിലേക്ക് എത്തിച്ചിട്ടുണ്ടാകുന്നത്. അതെല്ലാം പഠിച്ചെടുത്ത് തെറാപ്യൂട്ടിക്കലി അതിൻ്റെ എമോഷൻസ് ഫ്രീ ആക്കിയെടുത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി റീപാക്ക് ചെയ്ത് കൊണ്ടുവരണം. അതൊന്നും ഒരു അഡിക്ഷൻ സെൻറ്ററിൽ നടന്നോളുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയി നടക്കുന്നില്ല. മൂന്നാമത്, ഇത്തരം കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇടുന്നത് കൊണ്ട് അവർക്ക് ആരും ഇതെന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്രകാരം പോകുന്നതല്ല, അവരെ കൊണ്ടേ തള്ളുന്നതാണ്, ബന്ധുക്കൾ അവിടെ കൊണ്ടേ ആക്കുന്നതാണ്. അതുകൊണ്ട് അവർ സ്വയം ലാബൽ ചെയ്യുന്നു. അയ്യോ കഴിഞ്ഞില്ലേ, ഇതുപോലുള്ള കേന്ദ്രത്തിൽ ഇതുപോലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഇത്രയും മോശമായ, ഇത്രയും സംസ്കാരമില്ലാത്ത, ഇത്രയും നീചമായ, ഇത്രയും പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി എന്നെ തള്ളിയല്ലേ, ഞാൻ ഇതുപോലെ ഇവരിൽപ്പെട്ട ഒരുവനാണല്ലേ ഞാൻ, ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് എന്നൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ.
അതുകൊണ്ട് ഈ ഫാമിലിയോട് അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു റിവഞ്ച് ഫോം ചെയ്യുകയും ഈ റിവഞ്ചിന്റെ ഭാഗമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർ കൂടുതൽ ഇത് റിലീസായി കഴിഞ്ഞാൽ പിന്നെ റീലാപ്സ് ചെയ്യുന്നു. ഇത്തരം വിഷയത്തിൽ പൂർവാധികം ശക്തിയോടുകൂടി അവർ തിരിച്ചു വരിക ചെയ്യുന്നത്. അവർ പിന്നെ മനഃപൂർവ്വം അവരെന്ത് ചെയ്യുന്നത് ഇതിനായിട്ട് നടക്കുന്നു. മാത്രമല്ല ഡീടോക്സിഫിക്കേഷൻ കാര്യമായിട്ട് നടക്കുന്നില്ല. ഇത്തരം കേന്ദ്രങ്ങൾ ഡീടോക്സിഫിക്കേഷൻ അത് ഭക്ഷണ ക്രമീകരണത്തിലൂടെയും പിന്നെ അതുപോലെ പ്രത്യേകതരം അതിനായിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുത്തിട്ട് ഈ ഇത്തരം അഡിക്ഷൻ്റെ ഒരു എഫക്റ്റ് ഇവരുടെ ബ്ലഡിലുണ്ടാകും. അത് ശരിയാക്കി എടുക്കാനുള്ള ഡീടോക്സിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നില്ല, പല കേന്ദ്രങ്ങളിൽ നടക്കുന്നില്ലെന്ന് മാത്രമല്ല മൊത്തത്തിലുണ്ടാകുന്ന ഒരു മെസ്സ് നടത്തുന്ന ഒരേ അർത്ഥത്തിലുള്ള ഫുഡാണ്. ഇപ്പം കള്ളിന് അഡിക്റ്റ് ആയവനും ഡ്രഗ്സിന് അഡിക്റ്റ് ആയവനും ഒക്കെ കൂടെ ഒരേ അർത്ഥത്തിലുള്ള ഫുഡാണ് കൊടുക്കുന്നത്. മനസ്സിലായാലും ഫുഡ് സിസ്റ്റത്തിലൊക്കെ ചേഞ്ച് വരണം, അതൊന്നും നടക്കുന്നില്ല. മാത്രമല്ല ഇത്തരം കേന്ദ്രത്തിൽ വലിയ ബാധ്യതയാണ്. കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യത വരുന്നത് കൊണ്ട് ബന്ധുക്കളെ എന്ത് ചെയ്യില്ല, കൂടുതൽ താമസിപ്പിക്കില്ല, അവിടെ തിരിച്ചു കൊണ്ടുവരും അവരെ. മനസ്സിലായില്ല? അതുകൊണ്ട് ലിമിറ്റഡ് റിസോഴ്സാണ് ഇവിടെ കിട്ടുന്നത്. അവിടെ ഒരു ബിൽഡിങ്ങിനകത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനകത്താക്കി അവിടെ CCTV ക്യാമറയും ഹൈ സെക്യൂരിറ്റിയും ഒരു ഗുണ്ട ആക്ട് ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ അവർക്ക് ആളുകൾക്കൊരു എൻജോയ്മെൻറ്റോ അവർക്കൊരു റിലാക്സേഷനോ എൻവയോൺമെൻറ്റിലേതോ പ്രകൃതിപരമായിട്ട് ആസ്വാദനമോ അതല്ലെങ്കിൽ അതൊന്നും അവിടെ നടക്കാത്തത് കൊണ്ട് അവരെ ലിമിറ്റഡ് റിസോഴ്സ് ആയതുകൊണ്ട് കൂടുതൽ ഇവരെ പ്രോബ്ലംസ് വഷളായിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇവർക്ക് മറ്റുള്ള ആളുകളെ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം അങ്ങനെ ആയി മാറുന്നു. അപ്പം മറ്റുള്ള ആളുകളെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരു ഓട്ടോണമി സ്വഭാവം, സ്വയം പര്യാപ്തത എല്ലാം വിട്ടുപോകുന്നു. മാത്രമല്ല തിരിച്ചു വരുന്ന സമയത്ത് സമൂഹത്തോട് ഇടപഴകാനും ആ ഒരു കോംപ്ലക്സും മറ്റാളുകൾ എങ്ങനെ എന്നെ കാണുന്നു, അവരെ എങ്ങനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവരെ എന്നെക്കുറിച്ച് എന്തായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാകുന്ന പോലുള്ള കുറേ സംഗതികൾ കൊണ്ട് അവർക്ക് റീഇൻറ്റിഗ്രേഷൻ ഒക്കെ വലിയ ചാലഞ്ചായി മാറുന്നു. ഇതൊക്കെ സമൂഹത്തിൽ അറിയപ്പെടുന്ന കംപ്ലയിൻസുകളാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഇത്തരം ആൽക്കഹോളിക്കോ അതല്ലെങ്കിൽ ഡ്രഗ്സിനോ ഹോമോസെക്ച്വാലിറ്റിയിലോ പോൺ അഡിക്ഷൻസോ പോലെയുള്ള ഇതല്ലാത്ത അഡിക്ഷൻസും എങ്ങനെ ഒരു അഡിക്റ്റീവ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ ഒരു സ്വഭാവം മാത്രം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണ്ട, നടക്കൂല, പരാജയപ്പെടും. അവരുടെ ആ ഒരു സ്വഭാവം മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവർ പരാജയപ്പെടാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. കാരണം പിന്നെ അത് പെർമനൻ്റ് ആയിട്ട് നടന്നു കിട്ടൂല, ആ ഒരു സ്വഭാവമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല. അവരെ ശരിയാക്കി എടുക്കണമെങ്കിൽ ദേ നീഡ് എ കംപ്ലീറ്റ് റീബിൽഡിങ് ഓഫ് ദി പേഴ്സണാലിറ്റി. അവരുടെ വ്യക്തിത്വം ശരിക്കും റീബിൽഡ് ചെയ്ത് പുതിയൊരു വ്യക്തിയാക്കി അവരെ മാറ്റണം. പുതിയ വ്യക്തിയാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവരെ ആത്മാവിനെയാണ്. അവരുടെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ റൂഹുണ്ട്, അത് അതിൻ്റെ ശുദ്ധമായ അവസ്ഥയിൽ അതിൻ്റെ നേച്ചുറൽ ഡിസ്പോസിഷൻ്റെ ഉള്ളിലുണ്ട്. ആ വ്യക്തിയോടാണ് നമുക്ക് സംസാരിക്കുന്നത്. അത് മതപരമായ കുറേ പിന്നെ കാര്യങ്ങൾ വയറിലൊന്നും വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പം മുസ്ലിം ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഡി അഡിക്ഷൻ സെൻറ്റർ മുസ്ലിങ്ങൾ നടത്തുന്ന അവിടെ കുറേ മൂല്യമാരെ വാല്യൂ വെച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? ഈ മൂല്യമാരെ വാല്യൂ കൊണ്ടൊന്നും അത് ഉദ്ദിഷ്ട ഗുണം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവിടെ പേഴ്സണാലിറ്റി റീബിൽഡിംഗ് ആണ് ആവശ്യം. അത് ആ വ്യക്തിയുടെ എന്തുകൊണ്ട് ഈ വിഷയത്തിലെത്തി, എന്താണ് ഇതിൻ്റെ കാരണം, ഇവൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇവൻ്റെ ട്രൗമാസ് എന്താണ്, ഇവൻ്റെ എമോഷണൽ ലോഡുകൾ എന്താണ്, ഇവൻ്റെ എമോഷണൽ ട്രാൻസ്ഫറൻസ് ആരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്, ആ ട്രാൻസ്ഫറൻസ് ഇവരെ കൊണ്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവൻ്റെ പേഴ്സണാലിറ്റി പാസീവാണ് അസർട്ടീവാണ് അല്ലെങ്കിൽ അഗ്രസീവാണോ അത് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് ഇവൻ്റെ പേഴ്സണാലിറ്റിയിൽ ഇവൻ്റെ IQ ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്. അതുകൊണ്ട് എമോഷണൽ കോഷ്യൻ്റ് ഒരു ഘടകമാണ്. അവൻ്റെ എമോഷണൽ കോഷ്യൻ്റ് പിന്നെ IQ എല്ലാം നോക്കിയിട്ട് അവനെ തെറാപ്യൂട്ടിക്കലി കൗൺസിൽ ചെയ്തെടുത്ത് അവൻ്റെ പേഴ്സണാലിറ്റി റീബിൽഡ് ചെയ്ത് അവൻ്റെ സെൽഫ് എസ്റ്റീം, അവൻ്റെ സ്വന്തമായിട്ടൊരു വ്യക്തിത്വം, സെൽഫ് എസ്റ്റീമും അതുപോലെ റെസ്പോൺസിബിലിറ്റി ബൗണ്ടറീസ്, അതുപോലെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ബൗണ്ടറീസ്, അവൻ്റെ എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡ് മാറ്റണം, അവൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് ആൻഡ് മീനിങ് ഓഫ് ദി ലൈഫ് ഡിഫൈൻ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ പേഴ്സണാലിറ്റി റീബിൽഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്നെങ്കിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. ഏതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ ഹോളിസ്റ്റിക് ഹീലിംഗ്, ലൈഫ് കോച്ചിങ്, സ്പിരിച്വൽ ഹീലിംഗ്, അതുപോലെ ജിന്ന്, സിഹർ, ഷൈത്താൻ, പൊസഷൻ പിന്നെ പോലുള്ള ട്രീറ്റ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ എനിക്ക് അയച്ചു തരാം. ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ആക്കിയിട്ട് വിശദീകരിക്കുന്നതാണ്. ഈ വിശദീകരണം, ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കിത് ലൈക്ക് അടിക്കാം. ഇതുപോലുള്ള ക്ലിപ്പുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ഇത് മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന അറിവാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഇത് മറ്റു സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതാണ് നമുക്ക് നിങ്ങളോട് അറിയിക്കുവാനുള്ളത്. ഇബ്നു തൈമിയ്യ ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന ലൈഫ് കോച്ചിങ് എന്ന ലാബിൽ നമ്മൾ
ഇത്തരം പേഷ്യൻസിനൊക്കെ തെറാപ്യൂട്ടിക്കലി കൗൺസിൽ ചെയ്ത് അവർ 1-to-1 അവരെ ട്യൂട്ടർ ചെയ്ത് മെൻറ്റർ ചെയ്ത് ഇപ്പോഴും നമുക്ക് ഒരു ആഴ്ച 2-3 തവണ നമ്മൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരെ വീട്ടിൽ തന്നെ, പക്ഷെ അവർക്ക് സ്പെസിഫിക് ഫുഡും അവർക്ക് പ്രത്യേകമായിട്ടുള്ള ലൈഫ് സ്റ്റൈലെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് അത് അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന രീതിയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സെൻറ്ററിൽ താമസിപ്പിക്കുന്നില്ല, അതേസമയത്ത് അവരെ വീട് തന്നെയാണ് സെൻറ്റർ. പക്ഷെ നമ്മൾ അവരെന്ത് ചെയ്യുന്നത്, നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് ശരിയാക്കി എടുക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ നടത്തി വരുന്നത്. വിജയിച്ച് വരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ഓക്കെ, താങ്ക് യു.